പ്രീതിയുടെ മുഖം ഇപ്പോഴും വാടിത്തന്നെയാണ്. സൗമ്യയുടെ ഗർഭം അവൾക്കിപ്പോഴും ദഹിച്ചിട്ടില്ല. വിവാഹബന്ധം വേർപെടുത്തുന്നതിനു മുൻപ് ഇങ്ങനൊരു കാര്യം വേണ്ടിയിരുന്നില്ല എന്ന ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ മുഴുവൻ. ഈ വാർത്ത സൃഷ്ടിയെ വേദനിപ്പിക്കുമെന്ന കാര്യത്തിൽ അവൾക്ക് സംശയമൊന്നുമില്ല. ഇന്നും ഇന്നലെയുമല്ലല്ലോ അവൾ സൃഷ്ടിയെ കാണാൻ തുടങ്ങിയത്. ഏട്ടത്തി എന്നതിനേക്കാളും ഒരു ചേച്ചി എന്ന നിലയിലായിരുന്നു സൃഷ്ടി എപ്പോഴും പ്രീതിയോട് പെരുമാറിയിരുന്നത്. സ്വന്തം സഹോദരിയോട് എന്നതുപോലെയുള്ള സ്നേഹവും കരുതലും. അതുകൊണ്ട് തന്നെ അതുപോലെ ഒരടുപ്പം പ്രീതിക്കുമുണ്ട് അവളോട്. ആ കാരണം കൊണ്ട് കൂടിയാണ് സൗമ്യയോട് അവൾക്കൊരിക്കലും ക്ഷമിക്കുവാൻ കഴിയാത്തത്. അല്ല, ശരത്തിൻ്റെ വീട്ടുകാരൊക്കെ ഇക്കാര്യം അറിഞ്ഞോ മോളെ? അവർ നിന്നെ വല്ലതും പറഞ്ഞോ? ലത അപ്പോഴാണ് അക്കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചത്. ഇക്കാര്യം അറിയുകയാണ് എങ്കിൽ പ്രീതിയുടെ കാര്യം കഷ്ടത്തിലാകുമെന്നവർക്ക് തോന്നി. ശരത്തിൻ്റെ അമ്മയുടെയും ചേച്ചിയുടെയും സ്വഭാവം അവർക്കറിയാവുന്നതാണല്ലോ. പഴി കേൾക്കേണ്ടി വരിക ഇനിയും പ്രീതി തന്നെയാകും. ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിയാതെയാണോ ഇരിക്കാൻ പോകുന്നത്? ഇതെന്താ, ചക്കയോ മാങ്ങയോ വല്ലതുമാണോ ഒളിച്ചു വെക്കാൻ? ഒരാൾ അറിഞ്ഞാൽ മതി, ഈ വിവരം കാട്ടുതീ പോലെ നാട് മുഴുവൻ പരക്കും. പറയുമ്പോൾ അവളുടെ മുഖം നിർവികാരമായിരുന്നു. പക്ഷേ ഈ കാരണം പറഞ്ഞ് അമ്മ അവളെ ദ്രോഹിക്കുകയൊന്നും ചെയ്യരുത്. ഒന്നുമില്ലെങ്കിലും ആ കുഞ്ഞു ജീവൻ എന്തു പിഴച്ചു? അവൾ ചെയ്ത തെറ്റുകളൊന്നും ആ കുഞ്ഞിന് അറിയില്ലല്ലോ. ചേട്ടൻ്റെ ചോരയല്ലേ, നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. അവൾ അത്രയും മാത്രമാണ് പറഞ്ഞത്. അല്ലെങ്കിലും അതുപോലെ ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നവൾക്ക് അങ്ങനെയല്ലാതെ മറ്റെന്താണ് പറയാൻ കഴിയുക എന്ന് കരുതി സൗമ്യയോട് ഈ ജന്മം അവൾക്കൊത്തുപോകാൻ പറ്റില്ല. ഒരു ഭാര്യ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ സൗമ്യ ചെയ്ത തെറ്റ് ഏറ്റവും നീചമായ പ്രവൃത്തിയാണ്. മോൾ എങ്ങനെയാ പോകുന്നത്? അച്ഛനോ പൃഥ്വിയോ വന്നിട്ട് പോയാ പോരെ? അവൾ പോകാനായി തയ്യാറെടുക്കുന്നത് കണ്ടതും അവർ സംശയത്തോടെ ചോദിച്ചു. എന്നെ വിളിക്കാൻ ശരത്തേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ വെറുതെ അച്ഛനെ ബുദ്ധിമുട്ടിക്കേണ്ട, സമാധാനമായി തിരിച്ചു വരട്ടെ. പറഞ്ഞുകൊണ്ട് അവൾ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി ശരത്തിന് വേണ്ടി കാത്തിരുന്നു. അല്പസമയത്തിനകം അവൻ എത്തുകയും ചെയ്തു. അമ്മയോട് യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറിയിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഈ സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട പ്രീതി, സന്തോഷമായിരിക്കെ. അവളുടെ വാടിയ മുഖം കണ്ടുകൊണ്ടാവണം കവിളിൽ തട്ടിക്കൊണ്ട് അവൻ ആശ്വസിപ്പിച്ചാണ് പറഞ്ഞത്. സോറി, അറിയാതെ എന്തൊക്കെയോ ഓർത്തുപോയി. പറഞ്ഞുകൊണ്ട് അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. മീനുവിൻ്റെ ഒപ്പം ക്യാൻറ്റീനിലേക്ക് വന്നതാണ് സൃഷ്ടി. പൊതുവെ ചായയും സ്നാക്സും ഒന്നും കഴിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ് എങ്കിലും ഒരു ബ്രേക്കിന് വേണ്ടി മീനുവിൻ്റെ ഒപ്പം അവൾ വരാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ മുഷിഞ്ഞു പോകും. രണ്ടാളും ചൂട് ചായയും നല്ല മുരിഞ്ഞ പരിപ്പ് വടയുമായി ഇരിപ്പുറപ്പിച്ചു. കൊള്ളാം അല്ലേ? രുചിച്ചു നോക്കിക്കൊണ്ട് മീനു പറയുന്ന നേരമാണ് ഒരാൾ അവരുടെ എതിർവശം വന്നിരുന്നത്. എന്നെ ഓർമ്മയുണ്ടോ? അഥർവിൻ്റെ ചോദ്യം കേട്ടതും സൃഷ്ടി എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം ആ മുഖത്തേക്ക് നോക്കിയിരുന്നു പോയി. അതു പിന്നെ അന്ന് നിങ്ങളുടെ ഭാഗത്തായിരുന്നില്ല മിസ്റ്റേക്ക്. സോറി. അവൾ അത്രമാത്രമാണ് പറഞ്ഞത്. അന്ന് താൻ ബോധം കെട്ട് വീണപ്പോൾ അവനാണ് പഴി കേട്ടത് എന്നറിയാമായിരുന്നു. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഒന്നും പറയാനും പറ്റിയില്ല. ഇതൊരു സോറി പറയാൻ പറ്റിയ അവസരമായി മാത്രം അവൾ കണ്ടു. ഹേയ്, അങ്ങനെ ഒന്നുമില്ലടോ, ഞാനും പെട്ടെന്ന് താൻ വരുന്നത് ശ്രദ്ധിച്ചില്ല. പറഞ്ഞുകൊണ്ട് അവനും പുഞ്ചിരിച്ചു. ഈ സമയം മീനു രണ്ടാളെയും മാറി മാറി നോക്കി. ഇവർ രണ്ടാളും കൂട്ടായല്ലോ, താൻ ഇപ്പോൾ പുറത്തോ എന്ന ഭാവത്തിൽ. അഥർവ് ഇതിനു മുൻപ് എവിടെയാ വർക്ക് ചെയ്തിരുന്നത്? മീനുവാണ് അത് ചോദിച്ചത്. തനിക്ക് അന്നുണ്ടായ സംശയങ്ങൾ ഇപ്പോഴും ഉള്ളിൽ തന്നെ ഉള്ളതിനാൽ സൃഷ്ടിയും ആ മറുപടിക്ക് വേണ്ടി കാതോർത്തു. ഞാൻ കുറച്ച് നാളായി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ഫാമിലി ഇഷ്യൂസ്. സംസാരിക്കുമ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ പുഞ്ചിരിക്കുന്നുണ്ട് എന്ന് സൃഷ്ടിക്ക് തോന്നി. ഒരുതരം ശാന്തഭാവം തിങ്ങി നിൽക്കുന്ന മനുഷ്യൻ. അപ്പോൾ ഇവിടെ ജോബ് റെഡിയാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടി കാണുമല്ലോ. സംഭാഷണം എന്തായാലും മീനു ഏറ്റെടുത്തിട്ടുണ്ട്. ഏയ്, അങ്ങനെ കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എനിക്ക് ചെറിയ പിടിപാടൊക്കെ ഉണ്ട് എന്ന് കൂട്ടിക്കോ. പറഞ്ഞുകൊണ്ട് അവൻ ചിരിച്ചപ്പോൾ മീനു അവനെ കൂർപ്പിച്ചു നോക്കി. ഈ സമയം അവരുടെ സംഭാഷണത്തിൽ ഇടപെടാതെ എന്നാൽ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സൃഷ്ടി. മറ്റുള്ളവരോട് ഇങ്ങനെ രസകരമായി സംസാരിക്കാനും ഒരു കഴിവ് വേണം. തനിക്ക് അതുമില്ല എന്ന് അവൾക്കറിയാം.
എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ എളുപ്പത്തിൽ ശരിയായി. പിന്നെ എനിക്ക് അത്യാവശ്യം ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ട് കേട്ടോ, അവൻ ചിരിയോടെ തന്നെ പറഞ്ഞു. പിന്നെ അഥർവിന് വില കൂടിയ ഒരു കാറുണ്ടെന്ന് പറഞ്ഞല്ലോ സൃഷ്ടി, അത് സ്വന്താണോ? മീനു പുരികമുയർത്തി സൃഷ്ടിയെ കണ്ണു കാണിച്ചുകൊണ്ട് ചോദിക്കും നേരം അവൾ നെറ്റിയിൽ കൈവച്ചു പോയി. എന്തൊരു പരിപാടിയാണ് ഈ പെണ്ണ് കാണിച്ചത്? താൻ അങ്ങനെ വല്ലതും പറഞ്ഞു എന്ന് കരുതി അത് അയാളോട് ചോദിക്കുകയാണോ വേണ്ടത്? ഇതിപ്പോൾ ആകെ നാണം കെട്ടു. അവൾക്ക് പിന്നെ ആ ഒരുവൻ്റെ മുഖത്തേക്ക് നോക്കാനേ കഴിഞ്ഞില്ല. ഓ, അന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കാറിലായിരുന്നു. അവൻ രണ്ടാളെയും നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത്. ഈ സമയം ഇങ്ങോട്ടേക്ക് വന്ന പൃഥ്വി കാണുന്നത് ഈ കാഴ്ചയാണ്. മീനുവിൻ്റെയും സൃഷ്ടിയുടെയും ഒപ്പം ഇരിക്കുന്ന സുമുഖനായ ചെറുപ്പക്കാരൻ. അഗസ്ത്യ സാർ നേരിട്ട് ഇൻ്റർവ്യൂ നടത്തി സെലക്ട് ചെയ്തതാണ് ആളിനെ. അഥർവിനെ നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുന്ന സൃഷ്ടിയെ കാണും തോറും അവന് പെരുവിരൽ നിന്ന് ദേഷ്യം ഇരച്ചു കയറി. ഒപ്പം എന്തിനെ എന്നറിയാത്ത ഒരു അസ്വസ്ഥതയും. അവൾ ഇപ്പോൾ തൻ്റെ സ്വന്തമല്ല എന്നത് അവൻ അങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്നതുമില്ല. തന്നേക്കാൾ സ്മാർട്ടായ ഒരുവൻ്റെ ഒപ്പം അവൾ പുഞ്ചിരിയോടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു തരം അസ്വസ്ഥത ഉള്ളിൽ പടരുന്നുണ്ട്. അവിടേക്ക് ചെല്ലണമെന്നും അവളെ അവൻ്റെ അടുത്തു നിന്നും പിടിച്ചു മാറ്റണമെന്നൊക്കെ തോന്നുന്നുണ്ട്. എൻ്റേതാണ് എന്ന് പറഞ്ഞ് അടക്കി പിടിക്കാനും. ഒരു നിമിഷം കൂടി അവിടെ നിന്നിരുന്നുവെങ്കിൽ അവൻ ചിലപ്പോൾ അത് ചെയ്യുകയും ചെയ്തേനെ. എന്നാൽ അതിനു മുൻപ് തന്നെ സൗമ്യ അവിടേക്ക് വന്നിരുന്നു. ഇവിടെ നിൽക്കുകയായിരുന്നോ? അങ്ങോട്ടേക്കിരിക്കാം പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് അവൾ മുന്നോട്ട് നടക്കുമ്പോൾ സൗമ്യയുടെ നോട്ടവും സൃഷ്ടിയുടെ ഒപ്പം ഇരിക്കുന്ന ചെറുപ്പക്കാരനിലേക്ക് തന്നെയായിരുന്നു. കാണാൻ സുന്ദരനാണ്, പക്ഷേ അവനേക്കാൾ എത്രയോ മുകളിലാണ് ഈ ഓഫീസിൽ പൃഥ്വിയുടെ സ്ഥാനം. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് ഒരിക്കലും അവളുടെ നോട്ടം പോവുകയില്ലല്ലോ. അവൾ പുച്ഛത്തോടെ മുഖം തിരിച്ചു കളഞ്ഞു. പൃഥ്വിയുടെ നോട്ടം സൃഷ്ടിയിൽ തന്നെ ഉടക്കി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയ സൗമ്യ ദേഷ്യം നിയന്ത്രിക്കാനായി തൻ്റെ കൈമുട്ടി അമർത്തിപ്പിടിച്ചു. ഇവിടെ വെച്ച് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ കൂടുതൽ അകന്നു പോകുമെന്ന് അല്ലാതെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടാകില്ല. ചിലപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദേഷ്യപ്പെട്ടു എന്നും വരും. ഇപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സഹിക്കുന്നു എന്നതിൽ കൂടുതൽ ആത്മബന്ധമൊന്നുമില്ല. ഇനി പതുക്കെ പതുക്കെ ആ മനസ്സിലേക്ക് കൂടിക്കയറി പറ്റണം. അവൾ ആ ഓർമ്മയിൽ പുഞ്ചിരിച്ചു. ഇപ്പോഴും അരികിലിരിക്കുന്നവൻ്റെ ശ്രദ്ധ അല്പം പോലും തന്നിലല്ല എന്ന് അറിയാം. പക്ഷേ ക്ഷമിച്ചല്ലേ പറ്റൂ. എന്താ ഏട്ടാ, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിക്കാത്തത്? എനിക്കാണെങ്കിൽ വൊമിറ്റിംഗ് ചെയ്യാനൊക്കെ തോന്നുന്നു. അങ്ങനെ എങ്ങാനും ഉണ്ടായാ ഇവിടെ എല്ലാവരും അറിയില്ലേ? അവളുടെ വർത്തമാനം കേട്ടതും അവൻ ധൃതിയിൽ ചാടി എഴുന്നേറ്റു. ഇല്ലെങ്കിൽ ഗർഭിണിയാണ് എന്ന് അവൾ ഇപ്പോൾ തന്നെ എല്ലാവരെയും അറിയിച്ചാലോ? അവൾ ആവശ്യപ്പെട്ട ആഹാര സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് മുന്നിൽ വയ്ക്കുമ്പോഴും അവൻ്റെ നോട്ടം അല്പം മാറിയിരിക്കുന്ന സൃഷ്ടിയിലേക്ക് തന്നെയായിരുന്നു. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. അതാണ് അവനെ കൊല്ലാതെ കൊല്ലുന്നത്. താനല്ലാതെ മറ്റൊരുവൻ്റെ ഒപ്പം അവൾ പുഞ്ചിരിയോടെ ഇരിക്കുന്നു. അതും താനെന്ന ഒരാളെ അല്പം പോലും ശ്രദ്ധിക്കാതെ. അവളുടെ നോട്ടത്തിലും ചിന്തകളിലും എന്തിന് ഓർമ്മയിൽ പോലും താനില്ലാത്തതുപോലെ. അപ്പോഴേക്കും ഒഴിഞ്ഞ ചായക്കപ്പ് ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചുകൊണ്ട് മീനുവിൻ്റെ ഒപ്പം സൃഷ്ടി എഴുന്നേറ്റിരുന്നു. അവർ പോയതിൻ്റെ പിന്നാലെ തന്നെ അഥർവും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോഴാണ് അവൻ അരികിലിരിക്കുന്നവളെ നോക്കുന്നത്. മുൻപിലിരിക്കുന്ന പ്ലേറ്റിൽ അവൾ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല. വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് കഴിക്കുന്നില്ലേ? തൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന സൗമ്യയോട് അല്പം ഗൗരവത്തിൽ തന്നെ അവൻ ചോദിച്ചു. ഒന്ന് മൂളിക്കൊണ്ട് അവൾ പാത്രത്തിലേക്ക് മുഖം കുനിക്കുകയും ചെയ്തു. ഇപ്പോൾ നിന്റെ സംശയങ്ങളൊക്കെ തീർന്നില്ലേ? ഞാൻ പറഞ്ഞതുപോലെ അത് അയാളുടെ കാറായിരുന്നില്ലല്ലോ. മീനുവിൻ്റെ ചോദ്യം കേട്ടതും സൃഷ്ടി അവളുടെ കയ്യിൽ ഒന്ന് നുള്ളി. അതിന് മീനു ഒന്ന് എരിവ് വലിച്ചുപോയി. ഇങ്ങനെയാണോടി പൊട്ടി സംശയം തീർക്കുന്നത്? അയാൾ എന്നെക്കുറിച്ച് എന്ത് കരുതി കാണും? അതുപോലെ ഒരു സിറ്റുവേഷനിൽ ഞാൻ അയാളുടെ കാറാണ് ശ്രദ്ധിച്ചത് എന്നൊക്കെ തോന്നില്ലേ? സൃഷ്ടിയുടെ മുഖത്ത് പരിഭവം. ആ പരിഭവം കണ്ടപ്പോൾ മീനുവിന് ശരിക്കും ചിരി വന്നു പോയി. ഒരു പക്ഷേ നാളുകൾക്ക് ശേഷമായിരിക്കും ഇതുപോലെയുള്ള ഭാവങ്ങളൊക്കെ അവളുടെ മുഖത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സന്തോഷവും ഇല്ലാതില്ല.
ഇന്ന് തന്നെ സൗമ്യയെയും പൃഥ്വിയെയും ഒരുമിച്ച് കണ്ടപ്പോൾ സൃഷ്ടി സങ്കടപ്പെടേണ്ടതാണ്. എന്നാൽ ഇതുപോലെ ഒരു ചർച്ചയിലായിരുന്നതുകൊണ്ട് അവൾ അക്കാര്യം ശ്രദ്ധിച്ചതുപോലുമില്ല. വേദനകളെ അകറ്റാനുള്ള മാർഗം അത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കി നിർത്തുന്നത് തന്നെയാണ് എന്ന് മീനുവിന് മനസ്സിലായി. പിന്നെങ്ങനെയാ തീർക്കേണ്ടത്? നമ്മൾ എപ്പോഴും സ്ട്രൈറ്റ് ഫോർവേഡാണ്. അതുകൊണ്ട് നേരിട്ട് ചോദിച്ച് തന്നെ സംശയങ്ങൾ ക്ലിയർ ചെയ്തു. കണ്ടില്ലേ, അയാൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടക്കേടൊന്നും തോന്നിയിട്ടില്ല. കൃത്യമായി ഉത്തരം തരികയും ചെയ്തു. മുഖത്ത് അപ്പോഴും ചിരി തന്നെ. മന്ദബുദ്ധിയായ നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തൽക്കാലം മോള് ജോലി നോക്ക്. പറഞ്ഞുകൊണ്ട് ഇരുവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിപ്പായി. അവിടെ ഇരുന്ന് നോക്കാൻ പാകത്തിനാണല്ലോ അഥർവിൻ്റെ സീറ്റും. അതുകൊണ്ട് തന്നെ പരസ്പരം എന്തോ പറഞ്ഞ് ചിരിക്കുന്നവരെ അവന് കാണാനും കഴിഞ്ഞു. അതെ, അങ്ങോട്ടേക്ക് അധികം ശ്രദ്ധിക്കേണ്ട. ശബ്ദം കേട്ടപ്പോഴാണ് അഥർവ് തിരിഞ്ഞു നോക്കിയത്. അവിടെ മുഖത്തൊരൽപ്പം പോലും പുഞ്ചിരിയില്ലാതെ പൃഥ്വി ഉണ്ടായിരുന്നു. അവൻ്റെ മുഖം വല്ലാതെ മുറുകിയിട്ടുണ്ട്. ആ മുറുക്കം കണ്ടിട്ടാകണം ആദ്യം ഒന്ന് ഞെട്ടിയിരുന്നുവെങ്കിലും അഥർവ് അപ്പോൾ തന്നെ ഇരുന്നയിടത്തു നിന്നും എഴുന്നേറ്റിരുന്നു. പൃഥ്വിയുടെ പിന്നാലെ അങ്ങോട്ടേക്ക് വരികയായിരുന്ന സൗമ്യയും കണ്ടു ആ കാഴ്ച. അഥർവിനോട് പൃഥ്വി എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാകുക എന്ന കാര്യത്തിൽ അവൾക്കും ഒരു സംശയം ഇല്ലാതില്ല. ക്യാൻറ്റീനിലെ കാഴ്ച അവളും കണ്ടതാണല്ലോ. എന്നാൽ പൃഥ്വിയെ കണ്ട് അഥർവ് എഴുന്നേറ്റ് നിന്നപ്പോൾ സൗമ്യയ്ക്ക് വല്ലാത്തൊരു ഗമ തോന്നി. ഓ സോറി, സാറിൻ്റെ വൈഫാണല്ലോ സൃഷ്ടി. ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു എന്നേ ഉള്ളൂ. അല്ല, സാറിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി ആരാ? അത്രയും ആയപ്പോഴേക്കും മറുപടി പറയാനാകാത്ത വിധം പൃഥ്വിയുടെ വായ അടഞ്ഞുപോയി. അവൻ കൈമുഷ്ടി ഞെരിച്ചു. എന്തു മറുപടിയാണ് പറയേണ്ടത്? സൗമ്യ തൻ്റെ അനിയത്തിയാണ് എന്നോ? എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കകം സൗമ്യയുടെ ഗർഭവാർത്ത ഇവിടെ എല്ലാവരും അറിയും. അതുകൊണ്ട് തന്നെ പറയുന്ന കള്ളങ്ങൾക്കൊന്നും നിലനിൽപ്പുണ്ടാവില്ല എന്ന് അവൻ ഉറപ്പുണ്ട്. അത് എൻ്റെ റിലേറ്റീവാണ്. താൻ ആവശ്യമില്ലാതെ പെൺകുട്ടികളുടെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കേണ്ട, ജോലി ചെയ്യാൻ നോക്ക്. പറഞ്ഞുകൊണ്ട് അവൻ സ്വന്തം ക്യാബിനിലേക്ക് കയറി പോകുമ്പോൾ അഥർവ് മുഖത്ത് അതേ പുഞ്ചിരിയോടെ സീറ്റിലേക്കിരുന്നു. ഈ കാഴ്ച കണ്ടിരിക്കുകയായിരുന്ന മീനു സൃഷ്ടിയെ കണ്ണു കാണിച്ചു. അവൾ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കിയ സൃഷ്ടി ഒന്ന് തലയാട്ടുക മാത്രം ചെയ്തു. തന്നോട് സംസാരിച്ചതിൻ്റെ പേരിലാണ് പൃഥ്വി അഥർവിനെ ചോദ്യം ചെയ്തിട്ട് പോയിട്ടുണ്ടാകുക എന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്നും സൃഷ്ടി ഊഹിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം മുതലേ തൻ്റെ കാര്യത്തിൽ വല്ലാത്ത പൊസസീവ്നെസ് കാണിച്ചിരുന്നവനാണ്. അതിനു മാത്രം ഇപ്പോഴും കുറവൊന്നുമില്ല. അവളുടെ മുഖം പരിഹാസത്താൽ ഒന്ന് കോടി. ഈ സമയം തന്നെയാണ് അഗസ്ത്യ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ PA സൃഷ്ടിയുടെ അടുത്തെത്തിയത്. അവൾ ഒന്ന് തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. ശേഷം വാതിലിൽ മുട്ടി അനുവാദത്തിനായി കാത്തു നിൽക്കുകയും ചെയ്തു. അകത്തേക്ക് പോയവൾ 10 മിനിറ്റ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ മീനു ശ്വാസം വിടാതെ ഇരിപ്പുണ്ട്. എന്നെ ക്യാബിനിലേക്ക് വിളിക്കുമ്പോൾ എന്നേക്കാൾ ടെൻഷനാണല്ലോ നിനക്ക്? അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കും നേരം മീനു ഒന്ന് കണ്ണ് ചിമ്പി. അവൾക്ക് തന്നോടുള്ള സ്നേഹം സൃഷ്ടിക്കും അറിയാവുന്നതാണല്ലോ. അതിൻ്റെ ആശങ്കയിൽ നിന്നിട്ടുണ്ടാകുന്ന ടെൻഷനാണ് എന്നും അറിയാം. എങ്കിലും ഒന്ന് കളിയാക്കാൻ ചോദിച്ചതാണ്. പുതുതായി വന്ന സ്റ്റാഫിൻ്റെ ഒപ്പം ചേർന്ന് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അത് പറയാൻ വിളിച്ചതാ. അവൾ പറയുമ്പോഴേക്കും അഗസ്ത്യയുടെ PA അഥർവിനെയും അകത്തേക്ക് വിളിച്ചിരുന്നു. അപ്പോൾ നിന്റെ കെട്ടിയവന് ഇനി ശ്വാസം വിടാൻ പറ്റില്ലല്ലോ? മീനു ചിരിയോടെ ചോദിക്കുന്ന നേരം സൃഷ്ടി അവളെ നോക്കി കണ്ണുരുട്ടി. സോറി, കെട്ടിയവനല്ല, എക്സ്, അങ്ങനെ പറയാലോ? എക്സുമല്ല വൈയുമല്ല. നീ അയാളുടെ കാര്യം പറയാതെ വെറുതെ ഇരിക്ക്. പൃഥ്വിയുമായി ബന്ധപ്പെടുത്തി തൻ്റെ പേര് പറയുന്നത് ഇഷ്ടപ്പെടാത്ത പരിഭവത്തിൽ ഇരിക്കുന്നവളെ നോക്കി മീനു ചിരിച്ചു. അപ്പോഴേക്കും ക്യാബിനിൽ നിന്നും അഥർവ് സീറ്റിലേക്ക് തിരികെ വന്നിരുന്നു. അഗസ്ത്യയുടെ ക്യാബിനിൽ അവൻ്റെ മുൻപിൽ ഇരിക്കുകയാണ് പൃഥ്വി. അവൻ്റെ മനസ്സ് ശക്തമായ ചിന്തകളുടെ വേലിയേറ്റം കാരണം ഉലയുന്നുണ്ട്. എന്താ പൃഥ്വി? അല്പം ഗൗരവഭാവത്തിൽ ഇരുന്നു കൊണ്ടാണ് അഗസ്ത്യ അത് ചോദിച്ചത്. സ്റ്റാഫുകളോട് അങ്ങനെ ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരനൊന്നുമല്ല അവൻ. എന്നാൽ ഒരു പരിധി വിട്ട് അടുപ്പം കാണിക്കാറുമില്ല. സാധാരണ സ്റ്റാഫുകളോട് അങ്ങനെ ഇടപെടാറുമില്ല. എന്നാൽ ആദ്യം മുതലേ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുന്ന പൃഥ്വി അവൻ്റെ ഗുഡ് ബുക്കിൽ ഇടം നേടിയ ആളാണ്. സാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഇതുപോലെ ഒരു വർക്ക് പുതിയ ആളിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അഥർവ് വന്നിട്ട് 1 മാസം പോലും ആയില്ലല്ലോ.
അവൻ അസ്വസ്ഥതയോടെയാണ് അത് പറഞ്ഞത്. ഒപ്പം ശക്തമായ തലവേദനയുടെ ഫലം എന്ന വണ്ണം നെറ്റി തിരുമുന്നുമുണ്ട്. സത്യത്തിൽ അഗസ്ത്യയുടെ മുന്നിലേക്ക് വന്ന് ഇങ്ങനെ ഒരു പരാതി പറയണോ വേണ്ടയോ എന്ന് ഇത്രയും നേരം ആലോചനയിലായിരുന്നു അവൻ. ഒടുവിൽ രണ്ടും കൽപ്പിച്ചാണ് വരവ് പോലും. എന്നാൽ അവൻ്റെ ചോദ്യം കേട്ടതും അഗസ്ത്യയുടെ മുഖം ചുളിഞ്ഞു. ആ മുഖത്തെ സൗഹൃദഭാവം അല്പം നഷ്ടമായി എന്ന് തന്നെ പറയാം. പൃഥ്വി, ആവശ്യമായ കാര്യങ്ങളിൽ ഞാൻ തൻ്റെ സജഷൻസ് ചോദിക്കാറുണ്ട് എന്ന് കരുതി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിന് തൻ്റെ അനുവാദം വേണമെന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടോ? അവൻ്റെ രൂക്ഷമായ ചോദ്യം കേട്ടപ്പോഴാണ് തൻ്റെ ചോദ്യം ചെയ്യൽ അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും നന്നായി ദേഷ്യം വന്നിട്ടുണ്ട് എന്നും പൃഥ്വിക്ക് മനസ്സിലായത്. അവൻ്റെ മുഖം വിളറിപ്പോയി. സാധാരണ ഇതുപോലെയുള്ള അവസരങ്ങളിൽ അഗസ്ത്യയെ അങ്ങനെ ദേഷ്യപ്പെട്ട് കാണാറില്ല. സോറി സർ. അവൻ്റെ വാടിയ മുഖം കണ്ടതും അഗസ്ത്യ വീണ്ടും പഴയ പുഞ്ചിരി മുഖത്തണിഞ്ഞു. പൃഥ്വി, താൻ കരുതുന്നത് പോലെയല്ല. അഥർവ് അത്രത്തോളം ടാലൻറ്റഡ് ആയ ആളാണ്. കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഒരു ബ്രേക്ക് എടുത്തു എന്നേയുള്ളൂ. അഗസ്ത്യ കാര്യമായി പറയും നേരം അവനൊന്ന് നെടുവീർപ്പിട്ടു. അല്ലാതെ ഇക്കാര്യത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല. തീരുമാനമെടുത്തു കഴിഞ്ഞതാണ്. പൃഥ്വി വീണ്ടും എന്തോ പറയാൻ ഒരുങ്ങിയെങ്കിലും അഗസ്ത്യയുടെ നോട്ടം മുൻപിലെ ലാപ്ടോപ്പിലേക്കാണ് എന്ന് മനസ്സിലായതും വേണ്ട എന്ന് വെച്ചു. പിന്നെ അനുവാദം ചോദിച്ച് പുറത്തേക്ക് പോകുമ്പോൾ അവൻ കണ്ടിരുന്നു അടുത്തടുത്ത് കാര്യമായി ചർച്ച നടത്തുന്നവരെ. രണ്ടാളും കൂടി സിസ്റ്റത്തിൽ എന്തോ ചെയ്യുകയാണ്. അത് കാണാൻ താല്പര്യമില്ലാത്തതുപോലെ അവൻ ധൃതിയിൽ തൻ്റെ ക്യാബിനിൽ കയറി. അവിടെ ഇരുന്നിട്ടും അവന് സ്വസ്ഥത കിട്ടുന്നുണ്ടായിരുന്നില്ല. അഥർവിനെ പോലെ സുന്ദരനും സ്മാർട്ടുമായ ഒരാൾക്ക് ഒരു പെൺകുട്ടിയെ തൻ്റെ വരുതിയിലാക്കാൻ അധികം സമയമൊന്നും വേണ്ടിവരില്ല. പിന്നെ ആലോചിച്ചപ്പോൾ ഞാനിത് എന്തൊക്കെയാണ് ചിന്തിച്ച് കൂട്ടിയത് എന്ന് അവനു പോലും തോന്നി. സൃഷ്ടിയെപ്പോലെ ഒരുവൾ ഇനി ഒരിക്കലും ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുകയില്ല. അതും ഇത്രയും ക്രൂരമായ ഒരു അനുഭവം നേരിട്ടവൾ. ആ ചിന്തയിൽ അവന് സന്തോഷം തോന്നി. സൃഷ്ടി ഇനിയും മറ്റൊരാളുടേതായി കാണുവാൻ വയ്യ. തനിക്ക് അവളെ നഷ്ടപ്പെടുവെങ്കിലും അവളെ മറ്റൊരാൾ സ്വന്തമാക്കുന്നത് സഹിക്കാൻ വയ്യ. സൗമ്യ ദൃഷ്ടിയുടെ സിസ്റ്റർ അല്ലേ? എന്നിട്ട് നിങ്ങൾ തമ്മിൽ മിണ്ടുന്നതൊന്നും കാണാനില്ലല്ലോ. അഥർവിൻ്റെ ആ ചോദ്യം കേട്ടതും സൃഷ്ടി ഒന്ന് ഞെട്ടി. ആ ഞെട്ടലോടെ തന്നെ അവൾ അവൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി. അവൻ്റെ നോട്ടവും അപ്പോൾ അവളിലേക്ക് തന്നെയായിരുന്നു. ആ മുഖത്തെ ഞെട്ടൽ മെല്ലെ മാറി വരുന്നതും അവിടെ ദേഷ്യം നിറയുന്നതും അവൻ കണ്ടു. തൻ്റെ ചോദ്യം എന്തായാലും മുൻപിൽ ഇരിക്കുന്നവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതോടെ അവൻ്റെ മുഖത്ത് ആകെ ഒരു പരിങ്ങൽ നിറഞ്ഞു. കള്ളം ചെയ്ത കുട്ടിയുടേതുപോലെയുള്ള മുഖഭാവത്തിലാണ് അവൻ്റെ ഇരിപ്പ്. എന്തെങ്കിലും ഒഫീഷ്യൽ മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അഥർവിന് എന്നോട് ചോദിക്കാം. അതിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്യമുണ്ട്. അല്ലാതെ എൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദ്യങ്ങൾ വേണ്ട. അത്രയും നേരമുണ്ടായിരുന്ന സൗമ്യഭാവം വെടിഞ്ഞ് അല്പം ഗൗരവത്തിൽ പറയുന്നവളെ മുഖത്തെ പുഞ്ചിരി മായാതെ അവൻ ഒന്നുകൂടി നോക്കി. സോറി, അവനൊരു ചമ്മലോടെ പറഞ്ഞു. അല്ലെങ്കിലും ആ ചോദ്യം ചോദിക്കുമ്പോൾ അവളിൽ നിന്ന് നല്ല മറുപടി ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതുപോലെ ഒരു പ്രതികരണം തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അവനോട് അല്പം കടുപ്പത്തിൽ സംസാരിക്കേണ്ടി വന്നതിൽ നേരിയ കുറ്റബോധം തോന്നിയെങ്കിലും ചെയ്തത് തെറ്റായി അവൾക്ക് തോന്നിയില്ല. തൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാൻ ആർക്കും അവസരം കൊടുക്കില്ല എന്ന് തന്നെയായിരുന്നു അവളുടെ തീരുമാനം. ചായ കുടിക്കാൻ ഇരിക്കുമ്പോൾ സൃഷ്ടി അത് മീനുവിനോട് പറഞ്ഞു. രണ്ടാമത് ഒരാളുടെ അഭിപ്രായം അറിയുന്നത് നല്ലതല്ലേ? അങ്ങനെ പറഞ്ഞോ സച്ചു നീ? അത് വളരെ മോശമായി പോയി. മീനുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ താൻ പറഞ്ഞത് കൂടിപ്പോയോ എന്ന മട്ടിൽ അവളുടെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി സൃഷ്ടി. എന്നാൽ മീനു തന്നെ കളിയാക്കിയതാണ് എന്ന് അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. നിന്റെ കാര്യങ്ങളെല്ലാം അയാൾക്കറിയില്ലല്ലോ. നീയും സൗമ്യയും സിസ്റ്റേഴ്സാണ്. പൃഥ്വി സാർ ആണെങ്കിൽ നിന്റെ കെട്ടിയവനും. അപ്പോൾ നീയും സൗമ്യയും തമ്മിൽ പിണങ്ങിയിരിക്കുന്നതും സൗമ്യ അയാളുടെ കൂടെ ഒട്ടി നടക്കുന്നതും ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാണോ? ഇവിടെ അതൊരു വലിയ ഡിസ്കഷൻ തന്നെ ആകുന്നുണ്ട്. ആരും നമ്മളോട് നേരിട്ട് പറയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ പിന്നെ അയാൾ നേരിട്ട് അങ്ങനെ ഒരു കാര്യം ചോദിച്ചതിന് എങ്ങനെ തെറ്റ് പറയാൻ പറ്റും? മീനു പറയുന്നത് കേട്ടപ്പോൾ അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. ഞാൻ പറഞ്ഞത് പാവത്തിന് ഫീലായി എന്ന് തോന്നുന്നു. പെട്ടെന്ന് ആ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെയൊരു ചോദ്യം ചോദിച്ചത് തെറ്റൊന്നുമല്ല. എന്തുത്തരം കൊടുക്കണമെന്ന കൺഫ്യൂഷനിൽ അറിയാതെ ദേഷ്യപ്പെട്ടു പോയതാ. അത് കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മീനു കണ്ടു അല്പം മാറി ഒരു ടേബിളിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നവനെ. അഥർവ് പിണങ്ങിയിരിക്കുന്നതാണോ?
അവളുടെ ശബ്ദം താഴ്ത്തിയുള്ള ആ ചോദ്യം കേട്ടപ്പോഴാണ് സൃഷ്ടിയും തിരിഞ്ഞു നോക്കിയത്. അവളും കണ്ടു ഒറ്റയ്ക്ക് ഇരിക്കുന്നവനെ. ആണോ? അവൾക്കും സംശയം. അതുകൂടി ആയപ്പോൾ മീനു തന്നെയാണ് അവളെയും പൊക്കി ആ ടേബിളിലേക്ക് പോയത്. എന്താ ഇന്ന് ഇങ്ങോട്ട് മാറിയിരുന്നത്? ഞങ്ങൾ ഇരുന്നിടത്ത് സീറ്റുണ്ടായിരുന്നല്ലോ. മീനു സൃഷ്ടിയെ നോക്കിക്കൊണ്ടാണ് അത് ചോദിച്ചത്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാതെ ചമ്മിയിരിപ്പുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ രണ്ടാളും സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഇടിച്ചു കയറണ്ട എന്ന് കരുതി. ആ സ്വരത്തിൽ ഒരു പരിഭവമുണ്ടോ? സൃഷ്ടിക്ക് സംശയമായി. ഉണ്ട്, ഉറപ്പായും ആയിരിക്കുന്നവൻ്റെ മുഖത്ത് ഒരു പിണക്കമുണ്ട്. അമ്മ വഴക്കു പറഞ്ഞതിന് പിണങ്ങിയിരിക്കുന്ന കൊച്ചുകുട്ടിയുടെ മുഖഭാവം. അവൾക്ക് ആ മാനസികാവസ്ഥയിലും ചിരി വന്നു.